ഫെയ്ത്ത് വാരിയേഴ്സ് എന്ന ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി മറിയയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പരിശോധിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഈ പഠനങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്നറിയുവാൻ ഇടയായാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി മറിയയുടെ വിവിധ അഭിസംബോധനകളെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അവസാന എപ്പിസോഡാണ് ഇന്ന് ചെയ്യുന്നത്. മറിയൻ സീരീസിലെ അവസാന എപ്പിസോഡാണിത്. ഇന്നത്തെ എപ്പിസോഡിന് ഒരു ശീർഷകം ഇങ്ങനെയാണ് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്: സഹരക്ഷകയായ മറിയം, മാർപ്പാപ്പമാരുടെ ദൈവം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ചില പഴഞ്ചൊല്ലുകൾ ഇങ്ങനെ നാം കേട്ടിട്ടുണ്ട്. വേലി തന്നെ വിളവ് തിന്നരുത്, തമ്പ്രാൻ അല്പം കെട്ടാൽ അമ്പലവാസികളൊക്കെ കക്കും. ഈ പഴഞ്ചൊല്ലുകൾ മറിയ ഭക്തിയോട് ബന്ധപ്പെട്ട് വളരെ ചേർന്ന് വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയാണ്. കാരണം തിരുവചന വിരുദ്ധമായി മറിയ ഭക്തി ഇതുപോലെ വളർന്നതിന് പിന്നിൽ മുഖ്യ പങ്ക് നേതൃത്വത്തിലിരിക്കുന്ന മാർപ്പാപ്പമാർക്ക് തന്നെയാണ് എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. അവർ ഓരോരോ സമയത്ത് ഒത്തുകൂടിയ സൂനഹദോസുകൾ, സിനഡുകൾ, അതിൽ നിന്ന് പുറപ്പെട്ട എൻസൈക്ലിക്കൽ ലെറ്റേഴ്സ്, അതേപോലെ അവരുടെ അഭിപ്രായങ്ങൾ എന്നിവയിലൂടെ ഓരോരോ കാലഘട്ടങ്ങളിലായി അവർ മറിയയെ ദൈവമാതാവും അമലോത്ഭവയും സ്വർഗാരോപിതയും നിത്യകന്യകയും ഒക്കെ ആക്കി മാറ്റി. യേശു പറഞ്ഞിട്ടില്ലാത്ത, അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടില്ലാത്ത, അവർ ചിന്തിച്ചിട്ടില്ലാത്ത, അവരുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന മറിയൻ ചിന്താഗതികൾ, അഭിസംബോധനകൾ, അവ മറിയയെ ജനത്തിൻ്റെ ആരാധന പാത്രങ്ങളാക്കി മാറ്റി. കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി നാം അത് ചിന്തിപ്പാനിടയായി. ഇന്ന് 11ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് മറിയത്തെ എങ്ങനെ മാർപ്പാപ്പമാർ ദൈവമാക്കി മാറ്റി എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനോടുകൂടെ സഹരക്ഷക എന്ന പദവി മറിയയ്ക്ക് കൊടുത്തുകൊണ്ട് ദൈവ തുല്യമായ ഒരു നിലയിലേക്ക് ഈ മറിയയെ മാർപ്പാപ്പമാർ ഉയർത്തി. അതിൻ്റെ ചരിത്രപരമായ തെളിവുകളാണ് നാം ഇന്ന് ഇവിടെ വിവരിക്കുവാനായിട്ട് പോകുന്നത്. സഹരക്ഷക എന്ന വാക്ക് കേൾക്കുമ്പോൾ ഉടനെ പറയും കത്തോലിക്ക സഭ അതിനെ ഡോഗ്മയായി അംഗീകരിച്ചിട്ടില്ല എന്ന്. ശരിയാണ്. 4 ഡോഗ്മകളാണ് പൊതുവായിട്ടുള്ളത്. മറിയ നിത്യകന്യക, ദൈവമാതാവ്, സ്വർഗാരോപിത, അതേപോലെ അമലോത്ഭവ. അതുകൊണ്ട് ഈ സഹരക്ഷക എന്ന് പറയുന്നത് ഡോഗ്മയല്ല എന്ന് പറയുമെങ്കിലും ഡോഗ്മയ്ക്ക് തുല്യമായോ അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്നതോ ആയ ഒരു പദവിയായിട്ട് തന്നെ കത്തോലിക്ക സഭ ഈ സഹരക്ഷക എന്ന പദവിയെയും കാണുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളത് ഇന്ന് തെളിയിക്കുവാനായിട്ട് പോവുകയാണ്. സാധാരണ ഈ ഡോഗ്മ, അതേപോലെ ഡോക്ട്രിൻ, ഇവയുടെ വ്യത്യാസം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ചില എപ്പിസോഡുകൾക്ക് മുമ്പ് നാം വ്യക്തമാക്കിയതാണ്. കാത്തലിക് ടീച്ചിങ്സിൽ ദൈവികമായ വെളിപ്പാട് എന്ന് സഭ പറഞ്ഞിട്ടുള്ള വിശ്വാസ സത്യങ്ങളുണ്ട്. അതായത് ഒരു ഉപദേശം തെറ്റില്ല അല്ലെങ്കിൽ ഇൻഫാലിബിൾ ആണ് എന്നതുകൊണ്ടായില്ല. അത് ഇൻഫാലിബിൾ ആണ് അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടാണ് എന്ന് സഭ പറയാത്തിടത്തോളം അത് ഡോഗ്മയാവില്ല. അതാണ് കത്തോലിക്ക സഭയുടെ നിലപാട്. അവരുടെ ഭാഷ്യത്തിൽ ഡോക്ട്രിൻ എന്ന് പറയുന്നത് ചില സത്യങ്ങൾ ദൈവിക വെളിപ്പാടായിരിക്കാം, അല്ലായിരിക്കാം. ദൈവിക വെളിപ്പാട് അല്ലെങ്കിൽ പോലും സത്യമായിരിക്കാം, പക്ഷേ അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഒരു ഉപദേശം ഡിവൈൻലി റിവീൽഡ് എന്ന് സഭ പറയാത്തിടത്തോളം ആ ഡോക്ട്രിൻ ഒരിക്കലും ഡോഗ്മയാവില്ല. അതാണ് ഡോഗ്മ എന്ന വിഷയത്തിൽ കത്തോലിക്ക സഭയുടെ നിലപാട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറിയയെ ഒരു കൗൺസിൽ കൂടി സഹരക്ഷക അല്ലെങ്കിൽ കോ റിഡംട്രിക്സ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന്
മരിയൻ ഡിബേറ്റുകളിൽ പങ്കെടുക്കാറുള്ള ഈ കത്തോലിക്ക പ്രാസംഗികർ പറയാറുണ്ട്. എന്നാൽ അവരുടെ ചരിത്രം നാം പരിശോധിച്ചാൽ അതൊരു ഡോഗ്മയല്ലെങ്കിൽ പോലും ഡോഗ്മയ്ക്ക് തുല്യമായി സഹരക്ഷകയായി തന്നെ മറിയയെ പരിഗണിക്കുകയും ആരാധിക്കുകയും വണങ്ങുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് ചരിത്രമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മറിയയെ സഹരക്ഷക എന്ന് ഒരിക്കലും വിളിച്ചത് നമ്മളല്ല. എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ മറിയ ഭക്തി കണ്ടു മൂത്ത് പ്രൊട്ടസ്റ്റന്റുകാർ കൊടുത്ത നാമധേയമല്ല, അല്ലെങ്കിൽ അഭിസംബോധനയല്ല സഹരക്ഷക എന്നുള്ളത്. അത് ഡോഗ്മ അല്ലെങ്കിൽ പോലും മറിയയെ സഹരക്ഷക എന്ന് വിളിച്ച് ആരാധിക്കുന്നത് മാർപ്പാപ്പമാർ തന്നെയാണ് എന്നതിൻ്റെ ചരിത്രമാണ് നാം ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, സഹരക്ഷക എന്ന് പറയുമ്പോൾ അവര് സാധാരണ പറയാറുണ്ട് അതൊരിക്കലും യേശുവിനോട് തുല്യമായ നിലയിലുള്ള അർത്ഥത്തിലല്ല പറയുന്നതെന്ന്. അതായത് നോട്ട് ഈക്വൽ ടു ജീസസ് ബട്ട് വിത്ത് ജീസസ് എന്നാണ് പറയാറുള്ളത്. യേശുവിന് തുല്യമല്ല, എന്നാൽ യേശുവിനോട് കൂടെ ആ രക്ഷാകര പദ്ധതിയിൽ പങ്കാളിയായി. ഇതാണ് സഹരക്ഷക എന്നതിൻ്റെ കത്തോലിക്ക വിശദീകരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. എന്താണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച രക്ഷയിൽ എങ്ങനെയാണ് മറിയ സഹരക്ഷകയായത്? എന്തായിരുന്നു ക്രൂശിൽ യേശു നിവർത്തിച്ച രക്ഷയിൽ മറിയയുടെ പങ്കാളിത്തം? എന്തായിരുന്നു അതിലുള്ള സഹകരണം? അതിനിവർ കൊടുക്കുന്നൊരു വിശദീകരണം ഇങ്ങനെയാണ്: ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയയോട് നീ ഗർഭം ധരിക്കുമെന്നും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും എന്നുമൊക്കെ പറഞ്ഞപ്പോൾ അതിനവൾ സമ്മതിച്ചു എന്നുള്ളതാണ്. തന്നിലൂടെ ഉണ്ടാകുന്ന പുത്രൻ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിൽ അവളുടെ സമ്മതവും സഹകരണവും ഉണ്ടായി. വീണ്ടെടുപ്പുകാരനായ യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ യേശുവിനോടൊപ്പം പ്രവർത്തിക്കുന്ന സവിശേഷ വ്യക്തിയായി അവൾ അതിലൂടെ മാറി. തൻ്റെ സമ്മതത്തിലൂടെ അവൾ മാറി. ആ അർത്ഥത്തിൽ റിഡംട്രിക്സ് എന്ന പദവി അവൾക്ക് നിയമപരമായി ഉപയോഗിക്കാം. അതായത് മറിയ സമ്മതം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ലോക പാപികൾക്ക് വേണ്ടിയുള്ള രക്ഷ സാധ്യമാകുമായിരുന്നില്ല. അതിൽ അവളുടെ സമ്മതത്തിന് പ്രധാന പങ്കുണ്ട് എന്ന് കത്തോലിക്ക സഭ കരുതുന്നു. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകാൻ മറിയ സമ്മതിച്ചതുകൊണ്ട് യേശു ലോകത്ത് പിറന്നു, അല്ലെങ്കിൽ രക്ഷാകര പദ്ധതി നടപ്പിലാകില്ലായിരുന്നു. ലോകരക്ഷകൻ മറിയയുടെ ഉദരം ഉപയോഗിച്ചതിനാൽ അവൾ സഹരക്ഷക എന്ന പദവിക്ക് അർഹയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിൽ മറിയയുടെ ഉദരം ഉപയോഗിച്ചു. ആ അർത്ഥത്തിൽ മറിയ സഹരക്ഷകയാണ്. ഇത് ഡോഗ്മയ്ക്ക് തുല്യമോ അതിനും മേലെയോ ഒക്കെയാണ് എന്നുള്ളതാണ് സത്യം. ഇനി നാം നോക്കുവാൻ പോകുന്നത് ഈ മറിയ സഹരക്ഷകയാണോ അല്ലയോ, അതിൽ മാർപ്പാപ്പമാരുടെ നിലപാടുകൾ എന്തായിരുന്നു? സഹരക്ഷക എന്ന കാര്യത്തെ സംബന്ധിച്ച് മാർപ്പാപ്പമാർ വെളിപ്പെടുത്തിയിട്ടുള്ള കമന്റുകൾ എന്താ? നമ്മളത് ഒരു 3-4 മാർപ്പാപ്പമാർ പറഞ്ഞ വാക്കുകൾ, അവരുടെ ചാക്രിക ലേഖനങ്ങൾ, അതിൻ്റെ തെളിവുകളൊക്കെ നാം ഒന്ന് പരിശോധിക്കുവാനായിട്ട് പോവുകയാണ്. ലിയോ 13 മാർപ്പാപ്പ താൻ മറിയ സഹരക്ഷക എന്നതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇതാണ്: യേശുവിൻ്റെ മനുഷ്യവർഗത്തിനായുള്ള ദാരുണമായ പ്രായശ്ചിത്ത കർമ്മത്തിൽ മറിയയും പങ്കുവഹിച്ചു. അങ്ങനെയാണ് ലയോ 13 മാർപ്പാപ്പ പറഞ്ഞത്. അതായത് പ്രായശ്ചിത്ത കർമ്മത്തിൽ മറിയയും കൂടി പങ്കാളിയാണ്. അവൾ യേശുവിനൊപ്പം സഹരക്ഷകയായതിനാൽ കൃപയുടെ വിതരണക്കാരി അവളാണ്. അഥവാ ഡിസ്പെൻസർ ഓഫ് ദ ഗ്രേസ് അത് മറിയയാണ് എന്ന് ലിയോ 13 മാർപ്പാപ്പ പറയുകയുണ്ടായി.
പയസ് ഒൻപതാമൻ മാർപ്പാപ്പ, ഈ പയസ് ഒമ്പതാമൻ മാർപ്പാപ്പ ഇതിലും വലിയ ഗൗരവകരമായ ഒരു കാര്യമാണ് പറഞ്ഞത്. മധ്യകാലഘട്ടത്തിൽ മറിയയെ കുറിച്ച് പറയുവാൻ ഒരു സ്റ്റേറ്റ്മെന്റ് സാധാരണ ഉപയോഗിച്ചിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: റീപാരാട്രിക്സ് ഓഫ് ഹെർ ഫസ്റ്റ് പാരൻസ് എന്ന് പറഞ്ഞാൽ ആദ്യ മാതാപിതാക്കളുടെ കേടുപോക്കൽ, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിന് പരിഹാരം ചെയ്യൽ, അതാണ് റീപാരാട്രിക്സ് ഓഫ് ഹെർ ഫസ്റ്റ് പാരൻസ്. മറിയയുടെ ആദ്യ മാതാപിതാക്കളായ ഹവ്വയുടെയും ആദത്തിൻ്റെയും പാപത്തിൻ്റെ കേടുപോക്കിയത്, അതിന് പ്രായശ്ചിത്തം വരുത്തിയത് മറിയയാണ് എന്നാണ് പയസ് ഒൻപതാമൻ മാർപ്പാപ്പ പറഞ്ഞത്. തൻ്റെ ചാക്രിക ലേഖനമായ ഇൻ എഫാബിലിസ് ദേവൂസ് അതിൻ്റെ 18-ാമത്തെ പേജിൽ 39-ാമത്തെ പാരഗ്രാഫിൽ താൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ജെനിസിസ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്: ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും, സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തലയെ തകർക്കും, നിന്റെ തലയെ തകർക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ആ വചനത്തെ കോട്ട് ചെയ്തുകൊണ്ട് പയസ് ഒമ്പതാമൻ മാർപ്പാപ്പ വ്യക്തമായി പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രൂര വിഷപ്പാമ്പായ സാത്താന്റെ തല യേശു തകർത്തു എന്നല്ല മാർപ്പാപ്പ പറഞ്ഞത്, പിന്നെയോ മറിയ തകർത്തു എന്നാണ്. അതായത് സാത്താന്റെ തല തകർത്തത് മറിയയാണ്, യേശുവും മറിയയും ഒന്നു ചേർന്നാണ് തകർത്തത് എന്ന് പയസ് ഒൻപതാമൻ മാർപ്പാപ്പ തൻ്റെ ഇൻ എഫാബിലിസ് ദേവൂസ് എന്ന ചാക്രിക ലേഖനത്തിൽ പറയുകയുണ്ടായി. 18-ാം പേജ് അതിൻ്റെ 39-ാമത്തെ പാരഗ്രാഫിൽ. അതേപോലെ തന്നെ പയസ് 10-ാമൻ മാർപ്പാപ്പ പറഞ്ഞ കമന്റ് ഇങ്ങനെയായിരുന്നു: മറിയയ്ക്ക് യേശുവിനോട് കൂടെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുള്ളതിനാൽ ഈ ലോകത്തെ വീഴ്ചയിൽ നിന്ന് രണ്ടാമത് നെയ്തെടുക്കുന്നതിൽ അവൾക്ക് പങ്കുണ്ട്. ക്രൂശ് മരണത്തിലൂടെ നേടിയെടുക്കപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളുടെയും കാര്യസ്ഥ അഥവാ അതിൻ്റെ ഡിസ്പെൻസർ മറിയയാണ് എന്ന് പറഞ്ഞു. ഇവരെല്ലാം പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുവിനോടുകൂടെ രക്ഷാകര പദ്ധതിയിൽ മറിയയ്ക്ക് കൃത്യമായ പങ്കുണ്ട്, മറിയ സാത്താന്റെ തല തകർത്തു എന്നൊക്കെയാണ്. 1953 സെപ്റ്റംബർ 8 ഇഷ്യൂ ചെയ്ത ഫുൾഗൻസ് കൊറോണ എന്ന പയസ് 12-ാമൻ മാർപ്പാപ്പയുടെ എൻസൈക്ലിക്കൽ ലെറ്റർ അതിൻ്റെ 18-ാം പാരഗ്രാഫിൽ മറിയയെ വെനറേറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നേരെ മറിച്ച് വേർഷിപ്പ് ചെയ്യണം എന്ന് തന്നെയാണ്. 1953 സെപ്റ്റംബർ 8 ഇഷ്യൂ ചെയ്ത ഫുൾഗൻസ് കൊറോണ എന്ന എൻസൈക്ലിക്കൽ ലെറ്ററിൽ അദ്ദേഹം പറഞ്ഞത് മറിയയെ വെനറേറ്റ് ചെയ്യണമെന്നല്ല, നേരെ മറിച്ച് വേർഷിപ്പ് ചെയ്യണമെന്നാണ്. ആ എഴുതിയിരിക്കുന്ന വാചകം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: സോ ദാറ്റ് ടു പാസ്റ്റേഴ്സ് ആൻഡ് ഫെയ്ത്ത്ഫുൾ there is nothing more sweet, nothing dearer than to worship, venerate, invoke and praise with ardent affection the Mother of God, conceived without a stain of original sin. ഇവിടെ കൃത്യമായി ആരാധിക്കാൻ തന്നെ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ടാണ് ശീർഷകത്തിൽ ഞാൻ പറഞ്ഞത് സഹരക്ഷകയായ മറിയം മാർപ്പാപ്പമാരുടെ ദൈവമെന്ന്. ഇന്ന് കത്തോലിക്ക കുഞ്ഞാടുകൾ അല്ലെങ്കിൽ അൽമായർ വിശ്വാസികൾ നമ്മളോടൊക്കെ പറയാറുള്ളത് ഞങ്ങൾ മറിയയെ വണങ്ങുകയാണ്, ആരാധിക്കുകയല്ല എന്നാണ്. എന്നാൽ മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങളിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നത് വർഷിപ്പ് ചെയ്യാൻ തന്നെയാണ്. ഒരു സഭാപിതാവായിരുന്നല്ലോ, പ്രധാനപ്പെട്ട ഒരു സഭാപിതാവായിരുന്നല്ലോ ഐറേനിയസ് എന്ന് പറയുന്നത്. ആ ഐറേനിയസ് പറഞ്ഞ പ്രസിദ്ധമായൊരു വാചകമുണ്ട്. എന്താണത്? ഖൗസ സലൂട്ടിസ് എന്നാണ്, ലാറ്റിൻ വേർഡാണ്. ഖോസ സലൂട്ടിസ് എന്താണ് അതിൻ്റെ അർത്ഥം? കോസ് ഓഫ് സാൽവേഷൻ. അതായത്
രക്ഷയുടെ കാരണക്കാരി മറിയയാണ്. അദ്ദേഹം മറിയയ്ക്ക് കൊടുത്തൊരു വിശേഷണമാണ് ന്യൂ ഈവ് എന്നുള്ളത്. നവീന ഹവ്വ, പുതിയ ഹവ്വ, മാനവകുലത്തിന് പുതിയ ഹവ്വയായ മറിയ രക്ഷാവാതിൽ തുറന്നു എന്നാണ് ഐറേനിയസ് പറഞ്ഞത്. ഇനി വളരെ പ്രസിദ്ധനായ മറിയയ്ക്ക് വേണ്ടി മറിയയ്ക്ക് വേണ്ടി മരിച്ച ഒരു മാർപ്പാപ്പയുണ്ട്. വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. താനൊരു വലിയ മറിയ ആരാധകനായിരുന്നു എന്നത് ലോകം മുഴുവൻ അറിയുന്ന സത്യമാണ്. അദ്ദേഹത്തിന്റെ അതിപ്രസിദ്ധമായൊരു പുസ്തകം തിയോട്ടോക്കോസ്. ആ പുസ്തകത്തിൽ കാൽവരിയിൽ ഒരുക്കപ്പെട്ട രക്ഷാ പദ്ധതിയിൽ മറിയയ്ക്ക് പങ്കുണ്ട് എന്ന് അസന്നിഗ്ധമായി താൻ പ്രസ്താവിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 18, 19, 210, 234 ഈ പേജുകൾ വായിച്ചു നോക്കിയാൽ മതി. ആ പുസ്തകത്തിൽ തിയോട്ടോക്കോസ് എന്ന ജോൺ പോൾ രണ്ടാമന്റെ പുസ്തകത്തിൽ മറിയയ്ക്ക് കൊടുത്തിരിക്കുന്ന ചില വാക്കുകളുണ്ട്. അത് കേട്ടാൽ മറിയ ദൈവമല്ലാതെ പിന്നെ ആരാണ് എന്നാരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോകും. ഒന്നാമത്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയയ്ക്ക് കൊടുത്ത വിശേഷണം ഷീ ഈസ് സോവറിൻ എന്നുള്ളതാണ്. സാധാരണ സോവറിൻ എന്ന പദം സർവശക്തനായ ദൈവത്തിനു മാത്രം നാം ഉപയോഗിക്കുന്ന പദമാണ്. സോവറിൻറ്റി ഓഫ് ഗാഡ് എന്നൊക്കെ എന്ന് പറയുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയയെ പറഞ്ഞത് സോവറിൻ എന്നാണ്. അതേപോലെ മറിയയ്ക്ക് കൊടുത്ത മറ്റൊരു വിശേഷണം നാം അതിൻ്റെ തിയോട്ടോക്കോസ് എന്ന പുസ്തകത്തിന്റെ 209, 210 പേജുകളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഷീ നോസ് എവ്രിതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവൾ സർവജ്ഞാനിയാണ്, മറിയ സർവജ്ഞാനിയാണ് എന്ന് അവതരിപ്പിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് ഒംനീഷ്യന്റ്, ഒംനി പ്രസന്റ് ഇങ്ങനെ പറഞ്ഞങ്ങ് പോവുകയാണ്. പ്രിയമുള്ളവരെ, 209, 210 തിയോട്ടോക്കസ് എന്ന പുസ്തകത്തിന്റെ പേജുകളിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതി വെച്ചിരിക്കുന്നത് അവൾ സർവജ്ഞാനിയും സർവവ്യാപിയും സർവാധികാരിയും എന്ന അർത്ഥത്തിൽ തന്നെയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും നൽകപ്പെട്ട ക്രിസ്തുവിന് തുല്യമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയയെ പ്രകീർത്തിച്ചിരിക്കുന്നു. പിന്നെയും ആ പുസ്തകത്തിൽ പറഞ്ഞത് മേരി ഈസ് അവർ റെഫ്യൂജ് എന്നാണ്. നമ്മുടെ ആവശ്യങ്ങളിലും ആപത്തുകളിലും അവളാണ് നമ്മുടെ സങ്കേതം എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മറിയ സഹരക്ഷകയാണ്, പരമാധികാരിയാണ്, സർവജ്ഞയാണ്, സർവവ്യാപിയാണ്, ഭക്തരുടെ സങ്കേതമാണ്. ഈ വാക്കുകളൊക്കെ യേശുവിനേക്കാൾ മാർപ്പാപ്പമാർ ദൈവമായി കാണുന്നത് മറിയയാണ് എന്നുള്ളതിൻ്റെ പച്ചയായ തെളിവുകളല്ലേ എന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുക. ഈ ജോൺ പോൾ മാർപ്പാപ്പ തന്നെയാണ് ഒരിക്കൽ ഖുറാന് മുത്തം നൽകി സ്വീകരിച്ചത്. അതൊരു വലിയ വിവാദമായി മാറി. 1999 മെയ് 14 വത്തിക്കാൻ സന്ദർശിച്ച ഇറാഖിലെ മുസ്ലിം ലീഡേഴ്സ് സമ്മാനിച്ച ഖുറാൻ അദ്ദേഹം മുത്തം നൽകിക്കൊണ്ടാണ് സ്വീകരിച്ചത്. കത്തോലിക്കർക്കിടയിൽ തന്നെ അന്ന് അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. ചിലർ പറഞ്ഞു റിലേറ്റീവിസത്തിലേക്ക് ക്രിസ്ത്യാനിറ്റിയെ പോപ്പ് ഒറ്റിക്കൊടുത്തു എന്ന്. പ്രിയമുള്ളവരെ, യേശു ക്രൂശിൽ മരിച്ചില്ല എന്ന് പറയുന്ന ഖുറാൻ, പിതാവും പുത്രനും മറിയയുമാണ് ട്രിനിറ്റി എന്ന് പറയുന്ന ഖുറാൻ, ക്രിസ്ത്യാനികളെ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഖുറാൻ, ആ പുസ്തകമാണ് ക്രിസ്ത്യാനികളുടെ വലിയ അപ്പോസ്തലനായ മാർപ്പാപ്പ അന്ന് മേടിച്ച് ചുംബിച്ച് കയ്യിൽ വെച്ചത് എന്നുള്ളതൊക്കെ എത്ര വലിയ ദുഃഖകരമായ കാര്യമാണ്. ഇദ്ദേഹം കടുത്ത മറിയ ആരാധകൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ അഭിമുഖ സംഭാഷണങ്ങളിൽ, എഴുത്തുകളിൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഒരു സ്ലോഗൻ പോലെ, ഒരു മുദ്രാവാക്യം പോലെ അദ്ദേഹം തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്: ടോട്ടസ് ടൂസ് ഈഗോ സം മറിയ.
ഐ ആം കംപ്ലീറ്റ്ലി യുവേഴ്സ്, ഐ ആം ടോട്ടലി യുവേഴ്സ്. ഞാൻ സമ്പൂർണമായി നിന്റേതാണ് മറിയേ എന്നാണ് ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ നിലയിലുള്ള ഒരു അമിത മറിയ ഭക്തിയുള്ളൊരു മനുഷ്യനായിരുന്നു ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇത്തരത്തിൽ മറിയയോടുള്ള ഭക്തിഭ്രാന്ത് അനേക മാർപ്പാപ്പന്മാർ കാണിച്ചിട്ടുള്ളതിൻ്റെ ചില ഫ്രാഗ്മെന്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ മുമ്പോട്ട് വെച്ചത്. അതിൻ്റെ ചില ശകലങ്ങൾ മാത്രം. എത്രയോ തെളിവുകളും എത്രയോ പുസ്തകങ്ങളും എത്രയോ ഈ നിലയിലുള്ള കാര്യങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവർ മറിയയെ വണങ്ങുകയല്ല, നേരെ മറിച്ച് ആരാധിക്കുകയാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ. ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ മാർപ്പാപ്പന്മാരുടെ ലിസ്റ്റിൽ ആദ്യ മാർപ്പാപ്പ ആരാണ്? കത്തോലിക്ക സഭ പറയുന്നത് അവരുടെ പ്രഥമ മാർപ്പാപ്പ പത്രോസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നാം പത്രോസിനെ അന്വേഷിക്കണം. ആദ്യ മാർപ്പാപ്പയായ പത്രോസ്, അതിനുശേഷം വന്നിട്ടുള്ള മാർപ്പാപ്പന്മാർ കാണിച്ചിട്ടുള്ള ഈ നിലയിലുള്ള വിവരക്കേടുകൾ, ഈ നിലയിലുള്ള അരുതായ്മകൾ, ദൈവവചനത്തെ കാട്ടിലേക്ക് വലിച്ചെറിയുന്നതിന് തുല്യമായ ഈ രൂപത്തിലുള്ള പ്രസ്താവനകൾ പത്രോസിന്റെ ഭാഗത്ത് നിന്ന് ഒന്നാം മാർപ്പാപ്പയിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. പുതിയ നിയമ പുസ്തകത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. അതിൽ 2 എഴുതിയിട്ടുള്ളത് ഇവർ പറയുന്ന ആദ്യ മാർപ്പാപ്പയായ പത്രോസാണ്. ആ 2 ലേഖനങ്ങളിൽ പത്രോസ് എഴുതിയ ആദ്യ മാർപ്പാപ്പ എന്ന് കത്തോലിക്ക സഭ അവകാശപ്പെടുന്ന പത്രോസ് എഴുതിയ ആ 2 ലേഖനങ്ങളിലും മേരി എന്ന വാക്കുപോലും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. പത്രോസ് തൻ്റെ ലേഖനങ്ങളിൽ കൃപയെക്കുറിച്ച് എഴുതി, പക്ഷെ ആ കൃപയുടെ ഡിസ്പെൻസർ, വിതരണക്കാരി മറിയയാണ് എന്ന് പത്രോസ് പറഞ്ഞിട്ടില്ല. പത്രോസ് തൻ്റെ ലേഖനത്തിൽ പ്രാർത്ഥനയെ പറ്റി എഴുതി, പക്ഷേ മറിയയോട് പ്രാർത്ഥിക്കാൻ പ്രഥമ മാർപ്പാപ്പയായ പത്രോസ് പറഞ്ഞിട്ടില്ല. പത്രോസ് ആത്മരക്ഷയെക്കുറിച്ച് എഴുതി, എന്നാൽ സഹരക്ഷകയാണ് മറിയ എന്ന് പത്രോസ് പറഞ്ഞിട്ടില്ല. വീണ്ടെടുപ്പിനെ കുറിച്ച് പത്രോസ് എഴുതി, മറിയയ്ക്ക് നമ്മുടെ വീണ്ടെടുപ്പിൽ എന്തെങ്കിലും പങ്കുള്ളതായി പത്രോസ് പറഞ്ഞിട്ടില്ല. പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതി. അങ്ങനെ പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന കാര്യത്തിൽ മറിയ നമുക്ക് സഹായിയായിട്ടുണ്ടാകും എന്ന് പത്രോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല. മാനസാന്തരത്തെക്കുറിച്ച് പത്രോസ് എഴുതി, അതിന് മറിയയുടെ സഹായം തേടാൻ പത്രോസ് തന്റെ ലേഖനത്തിൽ പ്രഥമ മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതായത് ഒന്നാം മാർപ്പാപ്പ എന്ന് കത്തോലിക്കർ പറഞ്ഞ പത്രോസിന്റെ തിയോളജിയിൽ മറിയയ്ക്ക് അരക്കഴഞ്ചു പോലും സ്ഥാനമില്ല. ഇങ്ങനെയുള്ള പത്രോസ് എങ്ങനെ ഒന്നാം മാർപ്പാപ്പയായി? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നായിരുന്നു ഈ പത്രോസ് ജീവിച്ചിരുന്നതെങ്കിൽ പത്രോസിനെ ഇവർ മാർപ്പാപ്പയാക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. പത്രോസിന്റെ ദൈവശാസ്ത്രം കാത്തോലിസിസത്തിനെതിരാണ്. പത്രോസിന്റെ ദൈവശാസ്ത്രത്തിൽ മറിയയ്ക്ക് പങ്കില്ല. അതായത് പത്രോസ് ക്രിസ്ത്യാനിയായിരുന്നു, എന്നാൽ ഒരു കത്തോലിക്കൻ ആയിരുന്നില്ല എന്നുള്ളതാണ് നാം ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. 1864 ഡിസംബർ 8 ഇഷ്യൂ ചെയ്ത മറ്റൊരു മാർപ്പാപ്പ ഇഷ്യൂ ചെയ്ത ക്വാണ്ടാക്കൂറ എന്ന് പറയുന്ന ഒരു എൻസൈക്ലിക്കൽ ലെറ്റർ ഉണ്ട്. അതിനകത്ത് അയാൾ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: മേരി ഹാസ് ഡെസ്ട്രോയിഡ് ഓൾ ദ ഹെരസീസ് ഓഫ് ദ വേൾഡ്. മേരി ഹാസ് ഡെസ്ട്രോയിഡ് ഓൾ ദ ഹെരസീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലുള്ള സകല ദുരുപദേശങ്ങളും മറിയ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു, മറിയ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്നും നിരീശ്വരത്വം ഇവിടെയുണ്ട്, ഇസ്ലാം ഇവിടെയുണ്ട്, ഹിന്ദുയിസം ഇവിടെയുണ്ട്, യഹോവ സാക്ഷികൾ ഇവിടെയുണ്ട്, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകൾ ഇവിടെയുണ്ട്, അതേപോലെ വൺനെസ് പെന്തക്കോസ്റ്റലിസം ഇവിടെയുണ്ട്, മോർമോൺസ് ഇവിടെയുണ്ട്, വിഗ്രഹാരാധന ഇവിടെയുണ്ട്. എവിടെയാണ് ഹെരസി മാറിയിട്ടുള്ളത്? എന്നാൽ മാർപ്പാപ്പ പറയുകയാണ്, മേരി ഹാസ് ഡെസ്ട്രോയിഡ് ഓൾ ദ ഹെരസീസ് ഓഫ് ദ വേൾഡ് എന്ന്. പ്രിയമുള്ളവർ, ഈ നാടകങ്ങളൊക്കെ മറിയയെ ലോകരക്ഷകയാക്കുന്നതിൻ്റെ, സഹരക്ഷകയാക്കുന്നതിൻ്റെ അടയാളങ്ങളല്ലേ? ഇനി നിങ്ങൾ ജപമാല പ്രാർത്ഥന എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കത്തോലിക്കര്
ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒന്നാണല്ലോ കൊന്ത, അല്ലെങ്കിൽ കൊന്ത പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത്. 12-ാം നൂറ്റാണ്ടിൽ മാത്രം നിലവിൽ വന്ന ഒരു സംഗതി. ആ ജപമാല പ്രാർത്ഥന, നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കാറുള്ള ആ പ്രാർത്ഥന 5 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലും. 50 പ്രാവശ്യവും ചൊല്ലുന്നത് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ എന്നാണ്. അതായത് ആ ജപമാല പ്രാർത്ഥനയിൽ 5 പ്രാവശ്യമേ സ്വർഗസ്ഥനായ പിതാവിനെ ഓർക്കുന്നുള്ളൂ. ബാക്കി 50 പ്രാവശ്യവും ചൊല്ലുന്നത് മറിയയെക്കുറിച്ചുള്ള സ്തുതികളാണ്, അവളോടുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിന് 5 ഉള്ളൂ, മറിയയ്ക്ക് 50 എന്ന ഒരു റേഷ്യോ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇനി ലുത്തീനിയ എന്ന് പറഞ്ഞ വേറൊരു സംഗതിയുണ്ട്. എന്താണ് ഈ ലുത്തീനിയ? പക്കാ പൈശാചികമാണ്, വിഗ്രഹാരാധനയാണ്. എന്താണ് അതിലുള്ള പ്രാർത്ഥന? സ്വർഗത്തിന്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഇതൊക്കെ ആര് പറഞ്ഞതാണ് മറിയയെക്കുറിച്ച്? ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഇനി കത്തോലിക്കരുടെ മന്ത്ലി ഡിവോഷൻസ് ഉണ്ട്. അതായത് വർഷത്തിൽ 12 മാസം. ആ 12 മാസവും ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ 5 മാസവും മറിയയ്ക്കുള്ളതാണ്. 5 മാസവും മറിയയ്ക്കുള്ളതാണ്. മെയ് മാസം മറിയയുടെ നിത്യകന്യകാത്വത്തെക്കുറിച്ചുള്ള ഡിവോഷൻസ്. ഓഗസ്റ്റ് മാസം മറിയയുടെ വിമല ഹൃദയത്തെക്കുറിച്ചുള്ള ഡിവോഷൻസ്. സെപ്റ്റംബർ മാസം വ്യാകുല മാതാവിന്റെ മാസമാണ്. ഒക്ടോബർ കൊന്തമാസമാണ്, 50ഉം പോകുന്നത് മറിയയ്ക്കാണ്. ഡിസംബറിൽ അമലോത്ഭവ മാസമാണ്. അപ്പോ വർഷത്തിൽ 5 മാസം മറിയയ്ക്ക്, അതിൽ 3 എണ്ണമാണ് കർത്താവിന് മാറ്റിവെച്ചിട്ടുള്ളത്. 1 മാസം യൂക്കറിസ്റ്റിനും 1 മാസം ഹോളി ഫാമിലിക്കും. ഹോളി ഫാമിലി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെയും മറിയ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ 1 മാസം മരിച്ച ആത്മാക്കളുടെ മാസവുമായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ വർഷത്തിൽ ഭൂരിപക്ഷം മാസങ്ങളും മറിയയോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇനി 6 വിശുദ്ധ ദിനങ്ങളുണ്ട്. ആ 6 വിശുദ്ധ ദിനങ്ങളിൽ 3 എണ്ണവും മറിയയ്ക്കുള്ളതാണ്. 1 എണ്ണം യേശുവിന്, മറ്റൊരെണ്ണം വിശുദ്ധന്മാർക്ക്. ഇങ്ങനെ പോകുന്നു അതിൻ്റെ കണക്ക്. ഇനി ക്രിസ്തുമസ് പോലും പലപ്പോഴും ആഘോഷിക്കുന്നത് യേശുവിൻ്റെ ജനനം എന്നാണ് പറയുന്നതെങ്കിലും അവിടെ യേശുവിനെ പ്രൊട്ടക്റ്റ് ചെയ്ത മറിയയാണ് എപ്പോഴും പ്രധാനപ്പെട്ട തലക്കെട്ടിലേക്ക് വരിക. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഉണ്ണിയേശുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മറിയയെ എക്സാൾട്ട് ചെയ്യാൻ വേണ്ടിയാണ് യേശുവിനെ മറിയ പ്രസവിച്ചു. പ്രൊട്ടക്ഷനാണ് അവിടുത്തെ വിഷയമായിട്ട് വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. സാധാരണ കത്തോലിക്കരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ മറിയയെ വണങ്ങുകയാണ്, ആരാധിക്കുകയല്ല. അങ്ങനെ അല്ല, ആരാധിക്കുക തന്നെയാണ് എന്ന് ഫുൾഗൻസ് കൊറോണ എന്ന എൻസൈക്ലിക്കൽ ലെറ്റേഴ്സിൽ നിന്ന് നമ്മൾ കണ്ടു. ഇനി വണങ്ങുകയാണെന്ന് തന്നെ പറയുക, അതിനുപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഇംഗ്ലീഷ് വാക്ക് അതിനുപയോഗിക്കുന്നത് വെനറേഷൻ എന്നുള്ളതാണ്. എന്താണ് ഈ വെനറേഷൻ എന്ന വാക്കിൻ്റെ അതിൻ്റെ എറ്റിമോളജി എന്ന് പറയുന്നത്, അതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്, അതിൻ്റെ മൂലപദം എന്ന് പറയുന്നത്? അതിൻ്റെ മൂലപദം വെനറേഷ്യോ എന്ന ലാറ്റിൻ വാക്കാണ്. എന്താണ് ഈ വെനറേഷ്യോ എന്ന ലാറ്റിൻ വാക്കിൻ്റെ ശരിയായ അർത്ഥം? ടു വർഷിപ്പ് എന്ന് തന്നെയാണ്. അത് എറ്റിമോളജി പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ വെനറേഷൻ എന്ന വാക്ക് വളരെ ബുദ്ധിപരമായി കൊടുത്തൊരു വാക്കാണ്. അതിൽ അടങ്ങിയിരിക്കുന്നത് വർഷിപ്പ് തന്നെയാണ്. ഇനി മാത്രമല്ല, മറിയയ്ക്ക് മാത്രമായിട്ട് ഹൈപ്പർ ദൂലിയ എന്ന പദം മാറ്റിവെച്ചിട്ടുണ്ട്. അത് മറിയയ്ക്ക് മാത്രമേ ഉള്ളൂ, ദൈവത്തിന് പോലുമില്ല, വിശുദ്ധന്മാർക്കില്ല, ദൂതന്മാർക്കില്ല. ഹൈപ്പർ ദൂലിയ എപ്പോഴും മറിയയ്ക്ക് മാത്രം കൊടുക്കുന്ന ഒന്നായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ വർഷിപ്പ്, വെനറേഷൻ, ഹൈപ്പർ ദൂലിയ ഇതെല്ലാം അർത്ഥത്തിൽ ഒന്ന് തന്നെ മറിയയെ ആരാധിക്കുകയാണ്. കുഞ്ഞാടുകളെ, നിങ്ങൾക്കിതറിയില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ നേതൃത്വ നിരയിൽ വരുന്ന വലിയ അപ്പോസ്തലന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ മറിയയെ ആരാധിക്കുകയാണ്. അവർ മറിയയെ ദൈവമായി കണ്ട ചരിത്രമാണ്
മുഴുവൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ മറിയയെ സകല നിയമങ്ങളും തെറ്റിച്ച് മറിയയെ എക്സാൾട്ട് ചെയ്യുമ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഒരാളെയാണ്. ആരെയാണത് ശ്രദ്ധിക്കേണ്ടത്? യേശുവിനെയാണ്. ഈ യേശു ക്രിസ്തു ഇവർ കാണിച്ചു കൂട്ടുന്ന മറിയ ഭക്തി കോലാഹലങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? അത് നാം ഒന്ന് നോക്കേണ്ടത് ആവശ്യമല്ലേ? രണ്ടാമത്, ശിഷ്യന്മാരുടെ നിലപാട് മറിയയോട് എന്തായിരുന്നു? അതും നാം ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? ശിഷ്യരിൽ ഒന്നാമനായ പത്രോസിന്റെ നിലപാട് മറിയ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് നാം ഇപ്പോൾ കണ്ടുകഴിഞ്ഞു. തൻ്റെ ലേഖനത്തിൽ മറിയ എന്ന ഒരു വാക്കുപോലുമില്ല. ഇനി ശിഷ്യന്മാരെ നമ്മൾ എടുത്ത് പരിശോധിക്കുക. പൗലോസ് കുറഞ്ഞത് 13 ലേഖനങ്ങൾ എങ്കിലും പുതിയ നിയമത്തിൽ പൗലോസിൻ്റെതായിട്ടുണ്ട്. താനും മറിയയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല. യൂദ ലേഖനം എഴുതി, ആ ലേഖനത്തിലും മറിയയെക്കുറിച്ച് ഒന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. യോഹന്നാൻ 4 ലേഖനങ്ങൾ എഴുതി, അതിലും മറിയയെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അതേപോലെ തന്നെ യാക്കോബ് ലേഖനം എഴുതി, ആ 4 അധ്യായത്തിൽ എന്തെങ്കിലും മറിയയെക്കുറിച്ച് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. മാർപ്പാപ്പമാരും ലേഖനങ്ങൾ എഴുതി, മറിയയെക്കുറിച്ച് മാത്രമേ അതിൽ കാണുകയുള്ളൂ. അപ്പോൾ അപ്പോസ്തലന്മാർ ലേഖനങ്ങൾ എഴുതി, മാർപ്പാപ്പമാർ ലേഖനങ്ങൾ എഴുതി. വ്യത്യാസം ഇതാണ്, അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിൽ മറിയയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ മാർപ്പാപ്പമാരുടെ ലേഖനങ്ങൾ മുഴുവൻ മറിയയെക്കുറിച്ചാണ്. മറിയയെ എക്സാൾട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. മറിയയെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. യേശുവിനേക്കാൾ അധികം അവരുടെ എൻസൈക്ലിക്കൽ ലെറ്റേഴ്സുകളിൽ കയറി വരിക മറിയയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. മറിയയെ കണ്ടവരും മറിയയെ കേട്ടവരും കൂടെ ഇരുന്നവരും മറിയയുടെ ചരിത്രം അറിയാവുന്നവരും മറിയയെ വണങ്ങിയില്ല, പെരുന്നാൾ കൊണ്ടാടിയില്ല, മറിയയോട് പ്രാർത്ഥിച്ചില്ല, മാധ്യസ്ഥം അപേക്ഷിച്ചില്ല, മറിയയെ അമലോത്ഭവ എന്ന് പറഞ്ഞില്ല, നിത്യകന്യക എന്ന് പറഞ്ഞില്ല, സ്വർഗാരോപിത എന്ന് പറഞ്ഞില്ല, ദൈവമാതാവ് എന്ന് പറഞ്ഞില്ല, നന്മ നിറഞ്ഞവളെന്നും പറഞ്ഞില്ല. ഇനി യേശുവിൻ്റെ നിലപാട് എന്തായിരുന്നു? മറിയ ഭക്തിയോട് യേശു തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? സുവിശേഷങ്ങൾ വായിച്ചാൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു എങ്ങനെയാണ് നിലപാട് വ്യക്തമാക്കിയത്? ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രസംഗം കേട്ട് പുളകിതയായ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് 1-2 ഡയലോഗ് അങ്ങ് പറഞ്ഞു. എന്തായിരുന്നു ആ ഡയലോഗ്? നാം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഈ വാക്യം കത്തോലിക്ക മരിയോളജിയുടെ കീ പോയിന്റായി മാറേണ്ടതായിരുന്നു. എന്നാൽ കത്തോലിക്കരുടെ സകല പ്രതീക്ഷയും തല്ലിക്കെടുത്തിക്കൊണ്ട് ക്രിസ്തു അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. സ്ത്രീ പറഞ്ഞു, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ. കത്തോലിക്കരുടെ സകല പ്രതീക്ഷയും തല്ലിക്കെടുത്തി യേശു അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. യേശു മറിയയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനവും ബഹുമാനവും ഒക്കെ തൻ്റെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് കത്തോലിക്കർ കാണിക്കുന്ന ഇത്തരം കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടല്ല എന്ന് മാത്രം. പ്രിയമുള്ളവരെ, മരിയോളജിയെ യേശു നിരാകരിച്ച രണ്ടാമതൊരു വാക്യം കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ ഈ സീരീസ് അവസാനിപ്പിക്കുകയാണ്. മരിയോളജിയെ യേശു നിരാകരിച്ച രണ്ടാമത്തെ വാക്യം മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യമാണ്. അവിടെ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. വാസ്തവത്തിൽ മറിയ ഭക്തർക്ക് യേശു കൊടുത്ത വലിയ പ്രഹരം തന്നെയാണ് ഈ വാക്യം. കാരണം യോഹന്നാൻ സ്നാപകന്റെ അമ്മയായ എലിസബത്ത് അമലോത്ഭവയല്ല. മറിയയെ കത്തോലിക്കർ അമലോത്ഭവ, അതായത് ജന്മപാപം ഇല്ലാത്തവൾ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജന്മപാപമുള്ള എലിസബത്തിൽ നിന്ന് ജനിക്കുന്ന സ്നാപക യോഹന്നാനാണോ വലുത്, അതോ ജന്മപാപമില്ലാതെ അമലോത്ഭവയായ മറിയത്തിൽ നിന്ന് ജനിച്ച യേശുവാണോ വലുത്? യേശു പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു:
സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്നാണ് പറഞ്ഞത്. പച്ചയ്ക്ക് പറഞ്ഞാൽ മറിയയുടെ അമലോത്ഭവം എന്ന ആശയം യേശു അവിടെ തള്ളി. താൻ ആരിൽ നിന്നു ജനിച്ചു, എങ്ങനെ ജനിച്ചു, മറിയ അമലോത്ഭവയാണോ അല്ലയോ, ഇതൊന്നും യേശുവിൻ്റെ കൺസേൺ ആയിരുന്നില്ല. മറിയയിൽ നിന്ന് ജനിച്ചു എന്നതൊന്നും ഒരു വലിപ്പമായി യേശു കണ്ടിട്ടില്ല. യേശു മറിയയെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അമ്മേ എന്ന് പോലും വിളിച്ചിട്ടില്ല. ഇതൊക്കെ മനഃപൂർവ്വമാണ് യേശു ചെയ്തത്. കാരണം അമ്മയെന്നൊക്കെ വിളിച്ചിരുന്നെങ്കിൽ എന്നേ മറിയയെ ഇവർ ദൈവമാക്കി പ്രഖ്യാപിച്ചേനെ. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴും തൻ്റെ സ്വർഗീയ പിതാവിനെ കുറിച്ചും ലോകസ്ഥാപനത്തിന് മുമ്പേ സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന മഹത്വത്തെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. അത് ഈ ലോകത്തിലുള്ളവർ അറിയണം എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ആഗ്രഹവും ലക്ഷ്യവും. യേശു താൻ ക്രൂശിൽ നിവർത്തിക്കുവാൻ വന്ന തൻ്റെ രക്ഷാകര പദ്ധതിയെപ്പറ്റി ലോകത്ത് പറഞ്ഞു. അത് താൻ പ്രസംഗിച്ചു. ദൈവരാജ്യം സമീപിച്ചു, സ്വർഗരാജ്യം സമീപിച്ചു. അവിടെയൊന്നും മറിയയിൽ നിന്ന് ഉള്ള തൻ്റെ ജനനമോ മറിയയെ ഏതെങ്കിലും നിലയിൽ എക്സാൾട്ട് ചെയ്യണമെന്നോ ഒന്നും കർത്താവായ യേശുവിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, യേശു ക്രിസ്തു മറിയയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതേപോലെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ മറിയയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇന്ന് കാണുന്ന മെരിയോളജി അല്ലെങ്കിൽ മറിയ ഭക്തി അല്ലെങ്കിൽ മറിയ ആരാധന, മറിയ വണക്കം, വിഗ്രഹാരാധന, ഇതൊന്നും അപ്പോസ്തലികമല്ല, ശ്ലീഹ പാരമ്പര്യമല്ല. അതൊക്കെ മാർപ്പാപ്പമാർ നമ്മളെ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികളെ ചതിക്കുവാൻ മെനഞ്ഞെടുത്ത പണ സമ്പാദനത്തിനുള്ള കേവല വില കുറഞ്ഞ മാർഗങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. മറിയയെക്കുറിച്ചുള്ള ഈ പഠനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു.